നമ്മളുടെ പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ഒരു വർഷത്തിൽ 3 എണ്ണമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ പാർലമെൻറ്റ് സമ്മേളനം എന്ന് പറയുന്നത് ശീതകാല സമ്മേളനമാണ്. തണുപ്പ് കാലത്ത് നടക്കുന്ന സമ്മേളനം. ഡിസംബർ മാസം അവസാനമാകുമ്പോഴത്തേനും ആ സമ്മേളനം തീരാറുമുണ്ട്. പക്ഷേ പിന്നീട് വീണ്ടും അടുത്ത സമ്മേളനം വരും. പക്ഷേ ഇത്തവണത്തെ സമ്മേളനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഈ സമ്മേളനം കഴിഞ്ഞാൽ ഇനി ഉടനെ ഒന്നും സമ്മേളനമില്ല. പുതിയ ലോക്സഭ, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് രാജ്യം. അതിനുശേഷം വരുന്ന ലോക്സഭയുടെ സമ്മേളനമായിരിക്കും ഇനി നടക്കുക. അതായത് ഈ 5 വർഷം പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസാന ചാൻസാണ് ഇപ്പോൾ നടക്കുന്ന സമ്മേളനം. സത്യത്തിൽ ഈ BJP കുഴിക്കുന്ന കുഴിയിൽ പ്രതിപക്ഷം ചെന്ന് വീഴുന്നത് ഒരു പതിവ് കാഴ്ചയാണ് ഈ രാജ്യത്ത്. ഇവിടെ നാം കണ്ട ഒരു വലിയ സംഭവം, പാർലമെൻറ്റിൽ അതിക്രമിച്ച് കടന്നു കൂടി 2 പേർ. അത് വലിയ ഗൗരവതരമായ ഒരു കാര്യമായിരുന്നു, സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായി. അതിനെ ചൊല്ലിയുള്ള തർക്കം മൂലം പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുകയാണ്. പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുന്നു എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉൾപ്പെടെയുള്ള നികുതി പണമാണ് നഷ്ടപ്പെടുന്നത് ഓരോ ദിവസവും. അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പ്രതിപക്ഷം ഇതിനു വേണ്ടി പോരാടുകയും 110 MPമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ BJP, അതായത് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ അമിത്ഷാ മറുപടി പറയണമെന്നാണ്. അമിത്ഷാ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് BJP ഇത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. കാരണം നമുക്കറിയാം, പാർലമെൻറ്റ് സെഷൻ തീരാൻ വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഇതിനിടയിൽ പല ബില്ലുകൾ വരുന്നുണ്ട്, അവരത് പാസ്സാക്കി എടുക്കുന്നുണ്ട്. അതിനിടയിൽ ഇവർ ഈ അമിത്ഷാ മറുപടി പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അമിത്ഷാ മറുപടി പറയുമായിരിക്കും. ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ഇതേപോലെ സെയിം ആയിട്ടുള്ള അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമിത്ഷാ മറുപടി പറയണം ലോക്സഭയിൽ, അല്ലെങ്കിൽ മോദി മറുപടി പറയണമെന്ന് പറയുന്നു. ഒടുവിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം മോദിയും അമിത്ഷായൊക്കെ മറുപടി പറയുന്നു. അപ്പോഴത്തേക്കും പാർലമെൻറ്റ് സെഷൻ തീർന്നു പോകുന്നൊരു രീതി അവർ BJPക്കാർ ചെയ്യാറുണ്ട്. ഏതായാലും ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പാർലമെൻറ്റിലെ ആക്രമണ സംഭവങ്ങൾ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നു. അതിലെല്ലാ പാർട്ടിക്കാരുമുണ്ട്. ആ സമിതി അന്വേഷിക്കുന്നു, എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ അമിത്ഷാ മറുപടി നടത്തണമെന്ന് പറഞ്ഞിട്ട് കാര്യം. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ഒറ്റ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്ന നീക്കം എന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷത്തിനടുത്ത് വേറെ ആയുധങ്ങളൊന്നുമില്ല, അഴിമതിയില്ല, മറ്റ് കാര്യങ്ങളില്ല പറയാം. അപ്പോൾ ആകെ കിട്ടിയൊരു തുരുപ്പ് ചീട്ട്, ഇല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് ഈ പാർലമെൻറ്റ് ആക്രമണ സംഭവം. പക്ഷേ BJPയെ സംബന്ധിച്ച് വലിയ മൈലേജ് കിട്ടുന്ന ഒന്നാണ് ഈ പാർലമെൻറ്റ് ആക്രമണ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഭരണകക്ഷിക്ക് മൈലേജ് നേടിക്കൊടുക്കുന്നതിൽ, ഇല്ലെങ്കിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വലിയ പങ്കുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നവകേരള യാത്രയ്ക്ക് ഇത്രയും വലിയ മൈലേജ്, ഇല്ലെങ്കിൽ ഇത്രയും വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. അവരിടയ്ക്കിടയ്ക്ക് തടയാൻ പോകുന്നു, കരിക്കൊടി കാണിക്കുന്നു, തല്ല് നടത്തുന്നു. ഇതൊക്കെയാണ് വാർത്ത. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു യാത്ര കൊല്ലത്ത് പോയിട്ടുണ്ട്, കാസർഗോഡുണ്ട്, കോട്ടയത്തുണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ നടക്കുന്നത്. പക്ഷേ പാർലമെൻറ്റിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഓരോ MPയും തിരഞ്ഞെടുത്ത് വിടുന്നത്. അവിടെ ബാലിശമായ കാര്യങ്ങൾക്ക്, പാർലമെൻറ്റിലെ ആക്രമണം ബാലിശമെന്നല്ല പറയുന്നത്, ഒരു കാര്യങ്ങൾക്ക് നിരന്തരമായി സഭ തടസ്സപ്പെടുത്തി പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, 140 കോടി ജനത്തിൻ്റെ ആ അവകാശങ്ങളെയാണ് നിങ്ങൾ ചവിട്ടി മതിക്കുന്നത്. അത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് വോട്ടർമാരെ കാണുക? അവിടെ എത്തുമ്പോൾ തങ്ങൾ പാർലമെൻറ്റ് ബഹിഷ്കരിച്ചു എന്ന് വോട്ടർമാരോട് പറയാൻ കഴിയുമോ? കുടിവെള്ളം എത്തിക്കേണ്ടത് കുടിവെള്ളം എത്തിക്കണം, റോഡ് എത്തിക്കേണ്ടത് റോഡ് എത്തിക്കണം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നൊരു ജനതയുടെ മുമ്പിൽ ഈ TV-യിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പാർലമെൻറ്റ് ബഹിഷ്കരിച്ചതും ഒപ്പം തന്നെ അവിടെ നടക്കുന്ന ഗീർവാണങ്ങളുടെയും വീഡിയോ കാണിച്ചാൽ മുതലാകില്ല. അവരൊക്കെ നിങ്ങളെ ചവിട്ടുകുറ്റത്തിന് തള്ളും. ഏതായാലും BJP ആയാലും കോൺഗ്രസ് ആയാലും സഭ ബഹിഷ്കരിക്കുന്ന അത്ര നല്ല കാര്യമല്ല. BJP വളരെ തന്ത്രങ്ങൾ അറിയാവുന്നൊരു പാർട്ടിയാണ്, കൗശലക്കാരടങ്ങിയ ഒരു നേതൃത്വമാണ്. അവർ കുഴിക്കുന്ന കുഴിയിൽ പ്രതിപക്ഷം പലപ്പോഴും വീഴുന്നു, ഇപ്പോഴും വീണിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് എല്ലാം പറയാനുള്ള അവസരമായിരുന്നു ഈ പാർലമെൻറ്റ് സമ്മേളനം. എന്തും പറയാമായിരുന്നു, പക്ഷേ പ്രതിപക്ഷത്തിനടുത്ത് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാർലമെൻറ്റ് ആക്രമണ കേസ് വരുന്നത്. അത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേട്ടമാർക്കാണ് BJPക്ക് തന്നെയാണ്. ആ നേട്ടത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ നടക്കുന്നത് ആഭാസത്തരങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്തെ പൊതുജനങ്ങളുടെ പണമാണ് നിങ്ങൾ ഈ ധൂർത്തടിക്കുന്നത് എന്നുകൂടി ഓർക്കണം. കാരണം AC-യുടെ താഴെ ഇരുന്ന് ഈ ബഹളങ്ങളൊക്കെ നടത്തി പുറത്തോട്ട് പോയി നിങ്ങൾ കാണിക്കുന്ന പെക്കുത്തരങ്ങൾക്ക് വരെ ഞങ്ങളാണ് നിങ്ങൾക്ക് പണം തരുന്നത്. പണം തരുന്നവന് ഒരു കാലമുണ്ട്. ആ കാലം വരുമ്പോൾ ഞങ്ങളത് പണിയുക തന്നെ ചെയ്യും. ഇതാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.